പാർത്ഥ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏകദേശം പുറത്തു വന്നു കഴിഞ്ഞു. അതിലെല്ലാം പ്രതിഫലിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രം. സാധാരണ പറഞ്ഞു, ഈ ഭരണവിരുദ്ധ വികാരമൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പോലും കരുതിയിരുന്നത്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് LDF വളരെ പിന്നിലേക്ക് പോകുന്നു. കൃത്യത്തിൽ ഇതൊരു ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്? ഒരു സംശയമില്ല, കടുത്ത ഭരണവിരുദ്ധ വികാരമാണ്. ചില്ലറ വികാരമൊന്നുമല്ല, വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഈ തദ്ദേശ ഇലക്ഷനിൽ കണ്ടത്. തദ്ദേശീയമായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെയുള്ള സ്ഥാനാർത്ഥികളും ഒക്കെ ആയിരുന്നു കൂടുതലും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ച ചെയ്യപ്പെടുക. പക്ഷേ ആലോചിക്കണം, ഈ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ കോർപ്പറേഷൻ വാർഡുകളിലൊക്കെ തന്നെ രാഷ്ട്രീയപരമായിട്ടാണ് ഈ തവണ ജനങ്ങൾ വോട്ട് ചെയ്തത്. കാരണം ഈ CPM-നോടുള്ള വലിയ വിരോധം ജനങ്ങൾക്കകത്ത് ഉണ്ട്. അത് തകർന്നടിയുന്ന രീതിയിലേക്ക് CPM മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഈ പത്രത്തിന് വേണ്ടി തന്നെ നമ്മൾ ചെയ്തൊരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂനപക്ഷത്തിന്റെ ഏകീകരണം UDF-ന് അനുകൂലമായി മാറുന്നു. വലിയ രീതിയിലേക്ക് UDF-ന് അത് ഗുണം ചെയ്യും എന്നുള്ളത്. ഈ CPM-ന്റെ ഇരട്ടത്താപ്പ് എല്ലാവരും മനസ്സിലാക്കി. അതെ അതെ. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല, ഭൂരിപക്ഷ ഏകീകരണവും UDF-ന് അനുകൂലമായി മാറിയിരിക്കുന്നു. BJP-ക്കും കൂടെ അതിലൊരു വലിയ പങ്കുണ്ട്. കാരണം BJP-യെ മാറ്റി നിർത്താൻ പറ്റില്ല, BJP പല സ്ഥലത്തും കയറുന്നുണ്ട്, അതും കൂടി നമ്മൾ പറഞ്ഞു പോകണം. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിജയം ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇത് നേതാക്കന്മാരോ അല്ലെങ്കിൽ ആളുകളോ ഒന്നും പ്രതീക്ഷിച്ചതിനെക്കാട്ടൊക്കെ അപ്പുറത്താണ്. ഇതിപ്പം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പല നേതാക്കന്മാർ ഇതൊക്കെ സംഭവം സത്യമാണോ എന്നൊക്കെ നിലനിൽക്കുകയാണ്. അതെ, നുള്ളി നോക്കുന്ന അവസ്ഥയാണ്. ഒരേ ഒരു കോർപ്പറേഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് ഇപ്പം CPM-ന് പേര് നിൽക്കുന്നത്. പക്ഷെ അതും കൈവിട്ടു പോകും എന്നുള്ള നിലയിലാണ് അവസാനത്തെ വോട്ടെണ്ണി തീരുമ്പോൾ ഉള്ളത്. ആലോചിച്ച് നോക്കൂ, ഇതൊരിക്കലും ഒരു പ്രാദേശികമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടി അല്ല നടന്നത്. ഇത് വലിയ തലത്തിൽ സംസ്ഥാനതല രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിച്ച ആളുകൾക്ക് വലിയ തിരിച്ചടി ജനങ്ങൾ കൊടുത്തിരിക്കുന്നു. അത് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയോ എന്നോ ഇല്ലാതെ ഒരു ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ വലിയ, ഇപ്പം മുസ്ലിം ലീഗൊക്കെ വലിയ പ്രചാരണമാക്കി ഉയർത്തിയത് അയ്യപ്പന്റെ സ്വർണം ആരാ കട്ടത് എന്നുള്ള പാട്ടൊക്കെ ആയിട്ടാണ് അവർ പോയത്. പക്ഷെ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഇടത് കോട്ടകൾ മുഴുവൻ തകർക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും കാസർകോട്ടെയും ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളിൽ ഒന്നുകിൽ കോൺഗ്രസ് വിജയത്തിനോട് അടുത്തെത്തുന്നു, അല്ലെങ്കിൽ നിസ്സാരമായ 1-2 സീറ്റുകൾക്കാണ് ഭരണം പോകുന്നത്, അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു സീറ്റ് പോലും കിട്ടാത്തതാണ്. ആലോചിക്കണം. അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ പിടിക്കുന്നു. മുനിസിപ്പാലിറ്റികളിൽ മുന്നിൽ UDF ആണ്, ജില്ലാ പഞ്ചായത്തിൽ മുന്നിൽ UDF ആണ്, ബ്ലോക്ക് പഞ്ചായത്തിൽ മുന്നിൽ UDF ആണ്, ഗ്രാമപഞ്ചായത്തിൽ മുന്നിൽ UDF ആണ്. എല്ലാ അർത്ഥത്തിലും വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക, പിണറായി വിരുദ്ധത ഈ കാര്യത്തിലുണ്ടായിരുന്നു. അതായത് ഞാൻ വലിയ നന്ദി CPM നേതാക്കന്മാർ പറയേണ്ടത് ആരോടാണ്, ക്ഷമിക്കണം, UDF നേതാക്കന്മാർ പറയേണ്ടത് ആരോടാണെന്ന് വെച്ചാൽ CPM-ന്റെ സൈബർ സഖാക്കളോടാണ്. അവര് ഈ കൂട്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ, വെല്ലുവിളികൾ, അഹങ്കാരം, പുച്ഛം ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഒടുവിലത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അത് പ്രധാനമായി ഇതിൽ ചർച്ചയാവുമോ ഇല്ലയോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷെ അതിൽ കോൺഗ്രസ് കൃത്യമായ ഒരു നടപടി എടുത്തു എങ്കിൽ പോലും എന്നിട്ടും കോൺഗ്രസിനെ ഇവർ വട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരു ഇതായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്, അല്ലേ? കോൺഗ്രസ് കൃത്യമായ നടപടി എടുത്തു. CPM ഒരിക്കലും അവരുടെ സഖാക്കന്മാരുടെ ഇത്തരം പ്രവർത്തികൾക്കെതിരെ ചൂണ്ടുവിരൽ പോലും അനക്കിയിട്ടില്ല. പക്ഷെ എന്നിട്ടുകൂടി നടപടിയെടുത്ത കോൺഗ്രസിനെ ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഇതെല്ലാം ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതിന്റെ വലിയ ഉത്തരവാദിത്വം, ഈ പരാജയത്തിന്റെ ഈ പടുകുഴിയിലേക്കാണ് CPM വീണിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പരാജയം. ഇത് ചരിത്രത്തിലാദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് റിഫ്ലക്ട് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. എന്ത് സംശയം? ഒരു സംശയമില്ല. കാരണം 40% വോട്ട് UDF നേടിയ സമയത്താണ് UDF 100 സീറ്റോട് കൂടി അധികാരത്തിൽ വന്നത്. എനിക്ക് തോന്നുന്നു 2010-ലാണെന്ന് തോന്നുന്നു. ആ സമയത്താണ് 2010-ലോ അതോ 2000-ലാണോ എനിക്ക് ഓർമ്മയില്ല, അധികാരത്തിലേക്ക് വന്നത്. ഇപ്പം ഏകദേശം എന്താണ് മുഴുവൻ, അതായത് വലിയ രീതിയിലേക്ക് മെജോറിറ്റി വോട്ടും UDF നേടുന്ന കാര്യമാണ്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ നിയമസഭാ ഇലക്ഷനിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഒരു സംശയവും വേണ്ട, ഈ പറയുന്ന സർക്കാർ താഴ്പോകും. ഈ ഇലക്ഷൻ കഴിയുന്നവരെ പലരുടെയും വിചാരം LDF സർക്കാർ തുടരുമെന്നായിരുന്നു. പക്ഷേ LDF സർക്കാർ തുടരാൻ പോകുന്നില്ല. മാത്രമല്ല, വലിയ രാഷ്ട്രീയ ഷിഫ്റ്റ് കേരളത്തിൽ സംഭവിക്കുന്നു. ഈ പറയുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് ഒന്നുകൂടി തുടങ്ങുകയാണ്. അതായത് ഈ വലിയ പരാജയത്തിന്റെ, ഈ CPM-നെ ഇത്തരം പടുകുഴിയിലേക്ക് ചാടിച്ചതിന്റെ ഉത്തരവാദിത്തം സൈബർ സഖാക്കൾക്കാണ്. സൈബർ സഖാക്കളുടെ പുച്ഛമാണ്, അവർ എന്തെങ്കിലും ധാർഷ്ട്യവും, ഞങ്ങളാണ് ഇതിനെ ഉണ്ടാക്കുന്നത് എന്ന രീതിയിലുള്ള അവർ പാർട്ടിയെ പ്രതിരോധിക്കുന്നു എന്ന നിലയിൽ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങളാണ് ഇതിനെല്ലാത്തിൻ്റെയും കാരണം. മാത്രമല്ല, ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം,
ഈ കാര്യത്തിൽ, അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരായ രോക്ഷം വലിയ രീതിയിൽ ഇവിടെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഭരണവിരുദ്ധ വികാരം, അവർ ചെയ്ത കാര്യങ്ങൾ, എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ എല്ലാ തോന്നിവാസവും കാണിക്കും, എന്നാലും ഞങ്ങൾ ആരും ചോദ്യം ചെയ്യരുതെന്ന നിലപാടുണ്ടായിരുന്നു എല്ലാ മേഖലയിലും തോന്നിവാസം, എല്ലാ മേഖലയിലും. അതുപോലെ തന്നെ ഈ പറഞ്ഞ സൈബർ സഖാക്കളുടെ പങ്ക് പറഞ്ഞല്ലോ ഈ പരാജയത്തിൽ. സൈബർ സഖാക്കൾ വലിയ രീതിയിൽ എന്ത് ചെയ്തു, പിന്നെ സി പി എമ്മിനെ സഹായിക്കാനെന്ന വ്യാജേന അവർ ചെയ്തത് മൊത്തം CPM തിരിച്ചടിയായി. പിന്നീട് ചേച്ചി പറഞ്ഞ പോലത്തെ വേറൊരു കാര്യമുണ്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട്, കോൺഗ്രസ് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ എല്ലാ മേഖലയിൽ നിന്നും അയാളെ ഒഴിവാക്കി നിർത്തുന്നു. അതിനുശേഷം ഈ പരാതി വന്നപ്പോൾ പൂർണ്ണമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അവിടെയും കോൺഗ്രസിനെ എതിർക്കാനാണ് CPM സൈബർ സഖാക്കളും ശ്രമിച്ചത്. പക്ഷേ CPMന്റെ നിലപാട് എന്തായിരുന്നു? PK ശശി മുതൽ ഇങ്ങ് ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ജയ്തിലക്, അതായത് ചീഫ് സെക്രട്ടറി ജയ്തിലകിനെതിരെയുള്ള പീഡനം വരെ, PT കുഞ്ഞു മുഹമ്മദിന്റെ പീഡനം വരെ അവർ ന്യായീകരിച്ചിരിക്കുന്നു. മുകേഷ് എല്ലാവരും പറയും ഇരയ്ക്കൊപ്പം എന്ന് പറയുകയും വേട്ടക്കാരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന അവരുടെ നിലപാട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, മുമ്പ് കാലങ്ങളിലാണെങ്കിൽ ഈ ക്യാപ്സ്യൂൾ വിതരണവുമായി സഖാക്കൾ വീടുകൾ തോറും കയറി ഇറങ്ങുമ്പോൾ ഈ ആൾക്കാർക്ക് ദേശാഭിമാനി നിർബന്ധിച്ച് വായിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് മറ്റൊന്നും മനസ്സിലാക്കില്ല. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണുണ്ട്, ഡാറ്റയും ഉണ്ട്, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, എല്ലാ ജനങ്ങളും. അതുകൊണ്ട് തന്നെ ഈ സൈബർ സഖാക്കന്മാരുടെ മാത്രമല്ല ഇവർ കാണുന്നത്, ഈ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് അവർക്ക് അവരുടെ വിരൽത്തുമ്പിൽ തന്നെ കണ്ട് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു ക്യാപ്സ്യൂളിലൊന്നും ഇപ്പൊ ആൾക്കാർ വീഴാത്തത്. കാരണം ആൾക്കാർക്ക് ഏതാന്നുള്ളത്, സൈബർ സഖാക്കന്മാർ എന്തൊക്കെ അരയും തലയും മുറുക്കി ഇറങ്ങി പ്രവർത്തിച്ചാലും അതിന്റെ പിന്നിലെ ധാർഷ്ട്യവും ധിക്കാരവും അതെല്ലാം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇവർ വലിയ അട്ടിമറി എന്തെങ്കിലും നടത്താൻ പ്ലാൻ ചെയ്താൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും. പക്ഷെ അത്തരത്തിലൊരു അട്ടിമറി എങ്ങനെ നടത്തും എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇപ്പം നമുക്ക് അത് വേറെ രീതിയിൽ നമുക്ക് അത് പ്രത്യേകം ചർച്ച ചെയ്യാൻ ഞാൻ വിചാരിക്കും. കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാരുണ്ട് അപ്പുറത്ത്, LDF ജയിക്കൂ എന്ന് പറയരുത്, ആ വർഗീയവാദികളെ അയാളെ ഒരു തരത്തിലും അടുപ്പിക്കരുത് എന്ന് പറയുന്ന 2-3 തോണിയിലും കാല് വെക്കുന്ന ഒരു വൃത്തികെട്ട ആളാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി. അദ്ദേഹം ഒരു സമുദായ സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ആ സമുദായത്തിൽപ്പെട്ടവരെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം CPMന് വേണ്ടി അടിമപ്പണി എടുക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് CPMന് അങ്ങേയറ്റം പണി കിട്ടിയിരിക്കുന്നു. പിണറായി വിജയൻ ശബരിമലയിൽ പോയിട്ട് ഈ ഭക്തജന സംഗമമൊക്കെ സംഘടിപ്പിച്ചിട്ട് അയ്യപ്പൻ ചെവിക്ക് പിടിച്ച് പുറത്തിരിക്കുന്നു. അതിനുള്ള പണിയല്ലേ ഇവർ ചെയ്തത്, ഒരു സംശയവുമില്ല. ആ അത്രയ്ക്ക് വൃത്തികേട് ചെയ്ത, ശബരിമലയെ നശിപ്പിക്കാൻ നോക്കിയ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സ്വർണം മാഫിയ CPMന്റെ ഭാഗമായി വന്നിട്ട് ആ പത്മകുമാറിന്റെ നടപടി പോലും എടുക്കാത്ത CPMന് നെറുകം തലയിൽ, പിണറായിയുടെ തലയിൽ അടിച്ചിരിക്കുന്നു. അയ്യപ്പനും അടിച്ചിരിക്കുന്നു, ജനങ്ങളും അടിച്ചിരിക്കുന്നു. നല്ല വീക്ക് കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം.